ഈ ഒരു ഫോണിൽ 1% ഇപ്പോൾ ചാർജ് ഉള്ളത്. അപ്പോൾ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഇത് സ്വിച്ച് ഓഫ് ആകും കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഫോൺ ഇവിടെ വെക്കാം. അപ്പോൾ ഇന്ന് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഇതിൻ്റെ ചാർജർ ഡെലിവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ചാർജർ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം നമ്മളിതിൻ്റെ ചാർജിങ് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഒരു മിനിറ്റ് നിൽക്കണേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ക്രെഡ് ആപ്ലിക്കേഷനാണ്. ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റിന് നമ്മളെ സഹായിക്കുന്ന ഒരു മികച്ച ആപ്ലിക്കേഷനാണ് ക്രെഡ്. ഒരുപാട് റിവാർഡുകളും ക്യാഷ് ബാക്കുകളും ഈ ഒരു ആപ്പ് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇനി മുതലുള്ള ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ഈ ഒരു ആപ്പ് വഴി നിങ്ങൾ ചെയ്യുക. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്ത് ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് ബില്ല് 1000 രൂപയ്ക്ക് മുകളിൽ ചെയ്യുകയാണെങ്കിൽ 250 രൂപ വരെ ഒരു ജോയിനിങ് ബോണസ് കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ താഴെ തന്നിട്ടുള്ള ലിങ്ക് വഴി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇത് ഞാൻ ഓർഡർ ചെയ്യാൻ ഒരു 1 day ഡിലേ ആയി. അതാണ് ഈ ഒരു ഫോണിൻ്റെ കൂടെ തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ചാർജർ എങ്ങനെയാണ് വരുന്നത്, ഇതിൽ എഴുതിയിരിക്കുന്നത് കാണാം. 45 വാട്ടിൻ്റെ ഒരു ചാർജറാണ്. നത്തിങ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചാർജറിൻ്റെ ഒരു ഇമേജ് ആണ്. അപ്പോൾ ഇതിൻ്റെ MRP ഇവിടെ എഴുതിയിട്ടുണ്ട്. 2999 ആണ് ഇതിൻ്റെ MRP വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ചാർജർ ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 45 വാട്ടിൻ്റെ ഈ ഒരു ചാർജർ വരുന്നത്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഹെവി ആണെന്ന് വേണമെങ്കിൽ പറയാം. സേഫ്റ്റി ഇൻഫർമേഷനാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടി ഇൻഫർമേഷനും ഈ ഒരു ബുക്ക്ലെറ്റിലുണ്ട്. ഇതിൻ്റെ ചാർജിങ് കേബിളിൻ്റെ 2 എൻഡും വരുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഏതെൻഡ് കണക്ട് ചെയ്താലും ഓക്കെ ആണ്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ 2 എഡ്ജും വരുന്നത്. കവറുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് റിമൂവ് ചെയ്യാം. പക്ഷേ അത് കീപ്പ് ചെയ്താൽ പിന്നെ ചാർജർ ഡസ്റ്റ് ഒന്നും ആവാതെ കിടക്കും. നമ്മുടെ ഫോണ് ഡെഡ് ആയിട്ടില്ല, ഡെഡ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 1% ഇപ്പോൾ ഇതിൽ ചാർജ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്താൽ ചിലപ്പം പെട്ടെന്ന് ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോണ് ഷട്ട് ഡൗൺ ആയി. അപ്പോൾ ഇതിൽ നിലവിലിപ്പോൾ ചാർജ് ഒന്നും തന്നെ ഇല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് പ്ലഗ് ചെയ്യാണ്. പ്ലഗ് ചെയ്തുകൊണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് സ്വിച്ച് ഓൺ ആയി വരുന്നുണ്ട്. ചാർജ് കംപ്ലീറ്റ്ലി ഡെഡ് ആണ്. ഇനി നമുക്ക് എത്ര സമയം കൊണ്ടാണ് അത് ചാർജ് ആവുക എന്നുള്ളത് നോക്കാം. ബാറ്ററി കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആയതുകൊണ്ട് ഒരു കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഡിവൈസ് ഇറ്റ് സെൽഫ് ടേൺ ഓൺ ആകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? 2 മിനിറ്റ് കഴിഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 3% ചാർജ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ 5 മിനിറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഡിവൈസ് എത്ര ചാർജ് ആയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് ആയി കഴിഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് 10% ചാർജ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫോണിന് ഞാൻ ഓൾറെഡി ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ്ലി ഫ്ലിപ്കാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്തതാണ്. പിന്നെ ഒരു ബമ്പർ കേസും വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് 22% ചാർജ് ആയിട്ടുണ്ട്. 15 മിനിറ്റ്സിൽ നമ്മുടെ ഫോണ് 33% ചാർജ് ആയിട്ടുള്ളത്. ഗൈസ്, അങ്ങനെ 25 മിനിറ്റ് കഴിഞ്ഞു. 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 50% ചാർജ് ആയിട്ടുണ്ടാവണം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് 50% ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫോൺ ചാർജിങ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 hour ആവാനായി. 59 മിനിറ്റ്സ് ആവുകയാണ്. ഇപ്പോൾ എത്ര ചാർജ് ആയെന്ന് ചോദിച്ചാൽ 98% ചാർജ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ആവുന്നതിന് 1 hour സമയം വേണമെന്ന് നമുക്ക് ഷോർട്ട് ആൻഡ് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഈ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതേപോലെ ഇങ്ങനെ ഒരു ബാർ ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ ആ ഒരു രീതിയിൽ ചാർജ് ആകുന്നതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് ഓഫേഴ്സും അതുപോലെ ക്യാഷ് ബാക്കൊക്കെ കിട്ടുന്ന കുറച്ച് ആപ്പുകളുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെക്ക് ചെയ്യുക. 𝗙𝗂𝗏 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു 25 രൂപ ജോയിനിങ് ബോണസ് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ അതുപോലെ ഒരുപാട് സൈറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ 𝗙𝗵𝗁 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു ബോണസ് കിട്ടും. 25 രൂപ ബോണസ് കിട്ടുന്നതാണ്. പിന്നെ ലെറ്റി ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിൻ്റെ ലിങ്ക് താഴെ തന്നിട്ടുണ്ട്. അതിലും ആമസോണും ഫ്ലിപ്കാർട്ടും മിൻട്ര, ജിയോ, OnePlus അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അതിലും അവൈലബിൾ ആണ്. അതുവഴി നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഷോപ്പിംഗ് ഒന്നും കൂടെ ലാഭകരമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 2 ആപ്സ് ആണ്. സോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യുക. നത്തിങ് ഫോൺ 1 0-ൽ നിന്നും
100% ചാർജ് ആകുന്നതിന് എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ്. 1 hour 6 minutes 55 seconds ആണ് ഇത് 0-ൽ നിന്നും 100% ചാർജ് ആകുന്നതിന് ആവശ്യമായിട്ടുള്ള സമയം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന മികച്ച ഓഫറുകളെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ചാനൽ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.